മസാലയുടെ ഈ ഒരു വേദിയിൽ അടുത്തതായിട്ട് ഒരു അത്യുഗ്രം പെർഫോമൻസിന് വേണ്ടി ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് വരുന്നത്. സോ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാം ആദി നാരായണൻ. നമ്മുടെ പെർഫോമൻസിലേക്ക് കടന്നാലോ? കടക്കാം. ഓക്കെ. അപ്പോൾ ന്യൂ ജനറേഷൻ താരങ്ങളുടെ സൂപ്പർ സ്റ്റാറായ ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ ശബ്ദം കേൾക്കാം. ഉസ്താദ് ഹോട്ടൽ കാണാത്തായിട്ട് ആരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഞാനൊരു ഡി കെ ഫാനാണ് കേട്ടോ. അപ്പൊ സൂപ്പറായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ജാതി വർത്താനം പറയൂല. ഉപ്പാന്റെ മോപത്ത് നിങ്ങളെ കച്ചവട കണിക്കിന്ന് ഇന്നൊന്ന് ഒഴിവാക്കി തരൂ ഉപ്പ. സൂപ്പർ. ബിന്ദു പണിക്കർ ടീച്ചറുടെ ശബ്ദം. ഓക്കെ, ബിന്ദു ടീച്ചറുടെ ശബ്ദം. എന്താണ് എനിക്കൊരു കുറവ്? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് ആയിരുന്നു, റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനാ? അവറ്റോൾക്കൊന്നും എന്നോട് സ്നേഹില്ലാലോ. ഇനി അടുത്തത് നാണിത്തള്ള രസികരാജ കോമഡി ഷോ എന്ന സൂര്യ ടിവിയിലെ പ്രോഗ്രാമിലൂടെ പവിത്ര ഒരു മകന്റെ ധർമ്മമാണ് അവന്റെ അച്ഛന്റെ കർമ്മക്രിയകൾ ചെയ്യാന്നുള്ളത്. പക്ഷേങ്കിലും മണപ്പള്ളി മാധവനും സർവോപരി നാറിയുമായ നിന്റെ തന്തയുടെ ചിതാഭസ്മം ഒഴിക്കാൻ ഈ നാണിത്തള്ള സമ്മതിക്കൂല. അടുത്തത് നമ്മുടെ ഫീമെയിൽ അല്ല, അടുത്തത് നമ്മുടെ ക്രോണിക് ബാച്ചിൽ എന്ന സിനിമയില്ലേ, ആ സിനിമയിലെ കള്ളുകൂടിയന്റെ വേഷം ചെയ്ത അനിയപ്പൻ ചേട്ടൻ. നീ ഒന്ന് പോവാൻ സമ്മതിക്കില്ലടാ കുറുതം കെട്ടവനെ. മിരിയതൊക്കെ പോവില്ലടാ, ഞാൻ ഇങ്ങനെ തന്നെ പോവൂ. അടിക്കുമ്പോ മാറിക്കളയണാടാ പോർക്കെ. കുട്ടിയോട് അടിയിലിട്ടേക്കണ. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ശബ്ദം. കട്ടപ്പനയിലെ നമ്മുടെ ഋത്തിക് റോഷൻ. വിഷ്ണു ചേട്ടന്റെ ശബ്ദം. ഒരു കാര്യം പറഞ്ഞ ഞാനാണെങ്കിൽ ഏറ്റവും പോയിനെ. എന്നെ ദാരിദ്ര്യം പിടിച്ച പേരാ. അതിലേറ്റവും കിടലായിട്ടുള്ള ഒരു ഡയലോഗാണ്. അതെ അതെ. അടുത്തത് ആസിഫ് അലിയുടെ ശബ്ദം. ആസിഫ് അലിയാ. ന്യൂജൻസ് ഇങ്ങനെ ഇറങ്ങാണല്ലേ. അവളൊരു ഫ്രോഡാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആസിഫ് അലി ഉമ്മറും കൂടി മിക്സ് ആയി ഒരു സംഗതി. അടിപൊളിയായിരുന്നു. ഇനി അടുത്തത് ഇത്രയാണ്. ചെറിയൊരു പാട്ട്. ഞാൻ എഴുതിയൊരു പാട്ടാണ്. ഇത്തിരി ശോകമാണ്. അല്ല, അത് നൈസായിട്ട് തേപ്പ് കിട്ടിയതിന്റെ ആണോ? അതിന്റെ ഒരു പാട്ടാണ്. ഓക്കെ, എന്താണെങ്കിലും ഒരു വിരഹ ഗാനമാണ്. ഞാൻ തന്നെ എഴുതുന്ന ടൂൺ നാടൻ പാട്ടിന്റെ ടൂണാണ്. പാടി വന്നപ്പോ അങ്ങനെ ആയി. ഓക്കെ. എന്തിനാ പെണ്ണേ, എന്തിനാ പെണ്ണേ, അന്നൊന്നും നോക്കാത്ത നോട്ടം നീ പിന്നെന്തിനാ പെണ്ണെ നോക്കുന്നേ. അന്നൊന്നും നോക്കാത്ത നോട്ടം നീ പിന്നെന്തിനാ പെണ്ണെ നോക്കുന്നേ. അന്നൊന്നും നോക്കാത്ത നോട്ടം നീ പിന്നെന്തിനാ പെണ്ണെ നോക്കുന്നേ. കാലം കോറെ കഴിഞ്ഞു പിന്നെ കോലം കോറെ ഞാൻ കെട്ടിയിട്ടും അന്നൊന്നും നോക്കിയില്ല നീ പിന്നിപ്പോൾ എന്തിനാ നോക്കുന്നേ. അന്നൊന്നും നോക്കാത്ത നോട്ടം നീ പിന്നിപ്പോഴെന്തിനാ നോക്കുന്നേ. വല്ല കാര്യം ഉണ്ടായി ചേച്ചി നോക്കിയിട്ട്? ഒരു കാര്യമില്ല. താങ്ക് യു. സൂപ്പർ. അപ്പൊ എന്താണെങ്കിലും ഇനിയും കുറെ ന്യൂജൻസ് ഒക്കെ ആയിട്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി എന്താണെങ്കിലും ആദ്യം ഇൻസ്പയർഡ് ആയിട്ടുള്ള രണ്ടുപേരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അവരിലേക്ക് തന്നെ നമുക്ക് അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മ ഭയങ്കര ഇഷ്ടമാണ് നോബിച്ചേട്ടനെ. എപ്പോഴും പറയും എൻ്റെ അമ്മയുടെ ആങ്ങളെ കാണാൻ ഏകദേശം നോബിച്ചേട്ടനൊക്കെ പോലെ. അപ്പൊ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ആങ്ങളുടെ അതേ കളിയാണെന്ന് പറയും. ആങ്ങളെ എന്താണ് അതുപോലെ തന്നെയാണ് മറ്റേ പ്രോഗ്രാമിൽ ഏകദേശം ആ ഒരു സംഭവമൊക്കെ തന്നെയാണ്. അപ്പൊ നോബിച്ചേട്ടാ അമ്മയുടെ ആംഗ്ലമായിട്ട് തന്നെ പറഞ്ഞോളൂ. ആദിനാരായണ നന്നായിരുന്നു. വൺ മാൻ ഷോ ഉള്ളായിരുന്നു, പാട്ട് കൊള്ളായിരുന്നു. പാട്ട് എന്തായാലും ആരെങ്കിലും ഇങ്ങനെ നോക്കാതിരുന്നിട്ടുണ്ടോ? ഇങ്ങനെ നോക്കാതിരുന്നിട്ടുണ്ടോ? എനിക്ക് എല്ലാവരോടും ഇഷ്ടമായിരുന്നു. പക്ഷെ അവർക്ക് എന്നോട് അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ. പിന്നെന്തിനാ ആദ്യം നോക്കാതിരുന്നിട്ട് പിന്നെ നോക്കിയില്ല? എനിക്ക് തോന്നുന്നു സപ്ലി എഴുതണോണ്ടായിരിക്കും. ഐറ്റിയിൽ ജയിച്ചല്ലോ. പക്ഷെ തോറ്റെന്ന് പറയണ ഒരു കോമഡി ഉള്ളല്ലേ? അതാണ് നല്ലത്. പിന്നെ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും. അമ്മയെ പ്രത്യേകിച്ച് അന്വേഷിച്ചു. അമ്മയുടെ സഹോദരനല്ലേ എന്നെ പോലെ? അച്ഛന്റെ പേര് പറഞ്ഞു. അച്ഛന്റെ അളിയൻ പറയണം. ഓക്കെ. ആദി നാരായണൻ. സിനിമയിലൊക്കെ ലാലേട്ടനും അതുപോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള മെയിൻ നടന്മാരിടുന്ന പേരാണ് ആദി നാരായണൻ. ഞാനിത് കേൾക്കണം. ഈ ഫ്ലോറിൽ ആദി നാരായണൻ എന്നുള്ള പേരിൽ വരുന്ന
ആളാണ് ആദിനാരായണൻ. താങ്ക് യു. ആദിനാരായണൻ വന്നപ്പോൾ തന്നെ സാധാരണ ഈ ഇതുപോലെ ഷോയൊക്കെ വന്ന് പങ്കെടുത്തിട്ടുണ്ടോ? ചെറിയ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ. ചെയ്യാറുണ്ടല്ലേ? Stage shows. പക്ഷേ ഒരു ഇത്രയും ക്യാമറയുടെ ഒക്കെ മുമ്പിൽ ഇത്ര കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ അതെ. വന്നങ്ങ് ചെയ്യാറുണ്ട് അല്ലേ? വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകൾ പോലും അത്ര കോൺഫിഡൻസോടെ വന്ന് സ്റ്റേജിൽ നിൽക്കില്ല. അപ്പോൾ എന്തായാലും ആദിനാരായണൻ്റെ ഉള്ളിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല കലാകാരനുണ്ട്. ഏത് കലാകാരനും ഉള്ള ഒരു സംഭവമാണ് ഈ പേടി എന്ന് പറഞ്ഞ സാധനം. ആ സാധനം ആദിനാരായണനില്ല. അപ്പം നാണമില്ല, പേടിയില്ല. പേടിയില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കലാഫീൽഡിൽ വിളങ്ങും തിളങ്ങും. താങ്ക് യു. കാരണം നാണമാനം ഇല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. അപ്പോൾ ഓക്കെ, അച്ഛനെയും അമ്മേനെയും പെങ്ങളെയും എല്ലാവരും അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ആദി. താങ്ക് യു.